ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. രാമിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാംഗോ ബാങ്കോ വിത്ത് സാഗോ എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വേറെ ചെറിയൊരു സാധനം കാണിച്ചു തരാം. ഇത് നമ്മളെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്ന കേട്ടോ. കപ്പപ്പുഴുക്കുണ്ട്, നെയ്ച്ചോറുണ്ട്. നമ്മൾ അയൽപക്കത്തിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ഷെയറിങ് മെൻറ്റാലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തായിരുന്നു മോനത് കൊണ്ടുവന്നത്. അപ്പോൾ വെറുതെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ചവ്വരി, സാഗോ റൈസ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, സാബുനരി, അത് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് ഇത് ആ പാൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വേവിച്ചെടുക്കുക. ഇത് ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാൻ പാടില്ല. വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇതൊരുപാട് സമയം വേവിച്ചാൽ മാത്രമേ വേവുള്ളൂ. വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്ന സമയത്ത് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. എടുത്ത് മാറ്റാം. ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അരിച്ചെടുക്കാനുള്ളൊരു സൗകര്യത്തിനാണ് കേട്ടോ. ഇതൊരു അരിപ്പേരിലേക്കിട്ട് അരിച്ച് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കി ടെക്സ്ചർ അങ്ങ് മാറിയിട്ട് ആ ഒട്ടുന്ന ഒരു ഇതൊക്കെ മാറിയിട്ട് വിട്ട് കിട്ടും. വിട്ടിട്ടാൽ നല്ലതാണ്. ഞാനത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരിപ്പയിൽ തന്നെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതായത് ഒട്ടുന്നൊന്നുമില്ല, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് 2 കപ്പ് പാലൊഴിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വയ്ക്കണം. ഈ പാലിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര, അതേപോലെ ഒരു ഇത്തിരി കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് പാലിനകത്താണ് മിക്സ് ചെയ്യേണ്ടത്. ഞാനിവിടെ പാല് മാറ്റി വെക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് ഞാൻ വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാലിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ അടുപ്പത്തിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് വറ്റണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു പകുതിയെങ്കിലും ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഒന്ന് പകുതിയെങ്കിലായിട്ട് കുറയുന്ന വരെ നമ്മളതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഏകദേശം ഈ ഒരു ടെക്സ്ചർ ആകുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഒരുപാട് വറ്റാൻ നിൽക്കണ്ട. അപ്പോൾ നമുക്ക് ഭയങ്കര തിക്ക് പേസ്റ്റ് ആയി പോകും നമ്മുടെ ഈ ഒരു ഇത്. ഞാൻ നമ്മുടെ ഈ പാലിൻ്റെ മിക്സ് നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ചൂടാറാനുള്ള സൗകര്യത്തിന് ഞാനത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. പെട്ടെന്ന് ചൂടോടുകൂടി നമുക്കിത് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അതവിടെ ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ കസ്കസ് ഒന്ന് കുതിർത്തെടുക്കാം. ഈ ചെറിയ പാത്രത്തിൽ ഒരു 1/2 ടീസ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വെള്ളമൊഴിച്ച് കുതിരാൻ വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 മാങ്ങയാണ്. നന്നായിട്ട് പഴുത്ത മാങ്ങ ഞാൻ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ ഈ മുറിച്ചെടുത്ത പീസ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ചൂടാറാൻ വെച്ച മിക്സ് ഇതാദ്യം മിക്സിയിലേക്ക് ഒഴിച്ച് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് മാങ്ങൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മാങ്ങയും നമ്മുടെ പാലിൻ്റെ മിക്സും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. നമ്മുടെ സാഗോ റൈസാണ് ഞാൻ ആദ്യം ഇടുന്നത്, സാബുനരി. ഇത് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി അതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ കളഞ്ഞതുകൊണ്ട് ശരിക്കും ഒട്ടാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ എല്ലാം വിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിച്ചിരിക്കും. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മാംഗോൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞൊരു പീസ് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് മാംഗോൻ്റെ പീസ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ കുതിർത്ത് വെച്ച കസ്കസ് ഇല്ലേ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താ ഇവിടെ കസ്കസ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണേ. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കൂടെ നമ്മുടെ ചോപ്പ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ, ഞാനിവിടെ ബദാമും ഒരു 3-4 എടുത്തിട്ടുള്ളൂ കേട്ടോ. കിസ്മിസും എടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് മാംഗോ ബാങ്കോ വിത്ത് സാഗോ. ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് കേട്ടോ.
ഞാൻ വെറുതെ ഒരു രസത്തിന് എടുത്തതാണ്. പതിവ് പോലെ വീണ്ടും ലാമിക്കുട്ടിൻ്റെ കുൽസിതങ്ങളാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് ലാമിക്ക് മൾബറിൻ്റെ ചുവട്ടിൽ വന്ന സമയത്ത് ലാമി സ്ഥിരം നിൽക്കുന്നിടത്ത് ഒരു പഴുത്ത മാങ്ങയോ എന്തോ മാവലെന്തോ കഴിച്ചിട്ടിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ലാമിക്ക് ഒരു വൈക്ലവ്യം. ഞാനത് അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊടുത്ത് അപ്പോൾ ലാമി ഓടി പഴയ സ്ഥലത്തേക്ക് വന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഒരു ഇതാട്ടോ ലാമിക്ക്. അങ്ങനെ ഇതാ വീണ്ടും മൾബറി കണ്ടുപിടിച്ച് താഴെ നിന്നിട്ട് മറ്റേ കുറുക്കൻ മുന്തിരിങ്ങ നോക്കിയ പോലെ ലാമി താഴ്ന്ന് ചൂണ്ടുകയാണേ. അങ്ങനെ ഫൈനലി നമ്മളത് കണ്ടുപിടിച്ചിരിക്കുന്നു ഗായ്സ്. നല്ല അടിപൊളി പഴുത്ത് തൊടുത്ത മൾബറി. ഇതാ മൾബറി മരത്തുമ്മൽ. ഇനി നമ്മളത് പറിച്ച് ലാമിക്ക് കൊടുക്കാൻ പോവുകയാണ് ഗായ്സ്. അടിപൊളി പഴുത്ത മൾബറി തരണ്ടെന്ന് കേട്ടോ. ഇത് ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ബോറിംഗ് ആയിട്ട് തോന്നുന്ന ആൾക്കാർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. പിന്നെ വെറുതെ ചടപ്പിക്കുകയെന്ന് പറഞ്ഞിട്ട് ചീത്ത അറിയരുത് വീഡിയോ കണ്ടിട്ട്. ഇത് ഞാൻ ഇന്നലെ കാണിച്ച സെയിം വീഡിയോൻ്റെ വേറൊരു വേർഷനാണ്. കാരണം അധിക ദിവസവും ലാമിൻ്റെ മോർണിംഗ് റൊട്ടീനിൽ പെട്ടൊരു സംഭവമാണിത്. മൾബറി പറിക്കലും വന്ന് മൾബറി കഴിക്കലും ഒക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പം വേറെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ലാമി നല്ല ആസ്വദിച്ച് മൾബറി കഴിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് തരണം. അതേപോലെ എന്തെങ്കിലും ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യണം. എന്നാലേ നമ്മളെ ചാനലൊന്ന് റീച്ചായി കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വിശേഷങ്ങളോ എന്തെങ്കിലും ഒരു റെസിപ്പിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സി യു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.